വെൽക്കം ടു റേഡിയോ 11 ലൈവ് ബാംഗ്ലൂരു. ഇതാണ് ചെയ്യുന്നില്ല 11 ആണ്. അപ്പോൾ നമ്മുടെ കൂടെ ഇന്നൊരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ. ബാംഗ്ലൂർ മലയാളികൾക്ക് സുപരിചിതനായിട്ടുള്ള ആളാണ്, എഴുത്തുകാരനാണ്. ബാംഗ്ലൂരിന്റെ തിരക്കേറിയ കോർപ്പറേറ്റ് ലോകത്ത് നിന്ന് കലയുടെയും സാഹിത്യത്തിൻ്റെയും ലോകത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരു എഴുത്തുകാരൻ ഡോക്ടർ പ്രേംരാജ് കെ ആണ് ഇന്ന് റേഡിയോ 11 ലൈവ് ബാംഗ്ലൂരിൽ നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ ഷഹനായി മുഴങ്ങുമ്പോൾ എന്ന് പറയുന്ന നോവലൊക്കെ വളരെ അധികം ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയിരുന്നത് മാത്രമല്ല ഒരുപാട് മലയാളികൾ വായിച്ചിട്ടും ഉണ്ടാവും. കന്നഡയിലും ഇംഗ്ലീഷിലും ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാണ്ട് നമുക്ക് ചോദിച്ചറിയാം അല്ലേ. സ്വാഗതം റേഡിയോ 11 ലൈവിലേക്ക്. അപ്പം നമ്മൾ പറഞ്ഞു എഴുത്തിൻ്റെ ലോകത്തിലേക്ക്, ഒരു കോർപ്പറേറ്റ് ലോകത്ത് നിന്ന് വരികയാണെന്നുള്ളത്. ഇപ്പോൾ എഴുത്തിലേക്ക് വരാനുള്ള ഒരു കാരണം എന്തായിരുന്നു? എന്തു തൊട്ടാണ് പുസ്തകങ്ങൾ എഴുതി തുടങ്ങണം അങ്ങനെയുള്ള ഒരു ആഗ്രഹം വന്നു ചേർന്നത്? ഞാൻ പണ്ട് മുതലേ പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. പണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ പുസ്തകങ്ങൾ കണ്ടാണ് വളർന്നത്. അതുകൊണ്ടായിരിക്കും അക്ഷരങ്ങളോടും എനിക്ക് ഭയങ്കര ഒരു താല്പര്യം. അങ്ങനെയാണ് എഴുതണം എന്നുള്ള ചിന്ത വന്നത്. ഞാൻ പഠിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് കോളേജ് പഠിക്കുന്ന സമയത്ത് ഞാൻ എഴുതി തുടങ്ങിയിരുന്നു. കോളേജ് മാഗസിനിലൊക്കെ ആ സമയത്ത് വന്നിരുന്നു കഥകളും മറ്റു കാര്യങ്ങളും. കൂടുതൽ കഥകളും അല്ലെങ്കിൽ ചെറുകഥകളോ അല്ലെങ്കിൽ നോവലോ ആണ് എനിക്കിഷ്ടം. ഓക്കെ, അതൊക്കെ ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഡിഗ്രി കഴിഞ്ഞ് അങ്ങനെ ഞാൻ ബോംബെയിലൊക്കെ പോയി. ആ സമയത്തൊന്നും ഞാൻ എഴുത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലായിരുന്നു എന്ന് വേണം കരുതാൻ. പക്ഷേ ആ സമയത്തുള്ള അനുഭവങ്ങളിലൊക്കെ ഞാൻ കുറിച്ചു വെക്കുമായിരുന്നു, എവിടേക്കെങ്കിലും എഴുതി വെക്കുമായിരുന്നു, ഡയറിയിലോ. അങ്ങനെ ഡയറി എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാ ദിവസവും എഴുതുന്ന സ്വഭാവമൊന്നുമില്ല, പക്ഷെ എവിടെയെങ്കിലും ഞാൻ എഴുതി വെക്കുമായിരുന്നു. പിന്നെ ഒരുപാട് യാത്രയൊക്കെ ചെയ്ത് ബോംബെ, ഡൽഹി, ചെന്നൈയൊക്കെ പോയി ജോലി ചെയ്ത് അങ്ങനെ ഒരുപാട് കുറിപ്പുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് തോന്നി, ഞാൻ 2002 ബാംഗ്ലൂരിൽ വന്ന ശേഷം തീരുമാനിച്ചു, ഓക്കെ ഞാൻ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിൽ വരുമായിരുന്നു. അങ്ങനെ കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന, കോർപ്പറേറ്റ് മേഖലയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രൈവറ്റ് കമ്പനികളിൽ. പിന്നെ അതൊക്കെ അതിൻ്റെ തിരക്കുകളായിരുന്നു. അങ്ങനെ അതിനു മുന്നേ എഴുതിയ കഥകളെല്ലാം സെലക്ട് ചെയ്ത് 10 കഥകൾ, അതെല്ലാം ബാംഗ്ലൂർ ബേസ്ഡ് കഥകളായിരുന്നു. അത് ഞാൻ തന്നെ എഴുതിയ കഥകൾ എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു. ബാംഗ്ലൂരിന് ബേസ് ആക്കിയുള്ള കഥകൾ മാത്രം സെലക്ട് ചെയ്ത്, അധികം ദീർഘമില്ലാത്ത കഥകളും സെലക്ട് ചെയ്ത്, അങ്ങനെയാണ് ഞാൻ ആദ്യത്തെ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത്, ചില നിറങ്ങൾ എന്ന പേരിൽ. ഓക്കെ. അപ്പം അങ്ങനെയാണ് നമ്മുടെ എഴുത്തിൻ്റെ ലോകത്തേക്ക് എത്തിയത് അല്ലേ. ഒരുപാട് പുസ്തകങ്ങൾ ഇതിൻ്റെ ഇടയിൽ എഴുതിയിട്ടുണ്ട്, ഒരുപാട് പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ ഏറ്റവും അധികം ഓർമ്മകൾ സമ്മാനിച്ച്, ഏറ്റവും അധികം ഓർത്ത് വെക്കുന്ന ഒരു ഫീല് തരുന്ന ഒരു പുസ്തകം അതേതായിരുന്നു? ഏറ്റവും അധികം ആസ്വദിച്ച് എഴുതിയ ഒരു പുസ്തകം എന്ന് പറയാവുന്ന അങ്ങനെയൊന്നും ഉണ്ട്, അതേതായിരുന്നു? അത് ഒരുപാട് പുസ്തകങ്ങൾ നമ്മൾ കൈകളിലൂടെയും കണ്ണുകളിലൂടെയും മാറി പോയിട്ടുണ്ട്. അതിൽ ഞാൻ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ എഴുതിയത് എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് എല്ലാ പുസ്തകങ്ങളും, എൻ്റെ പുസ്തകങ്ങളെല്ലാം എനിക്ക് ഇഷ്ടമായിരിക്കുമല്ലോ. കാരണമല്ല, അതങ്ങനെ ഓരോരോ അനുഭവങ്ങൾ, ഓരോരോ ഇൻസിഡന്റ് അങ്ങനെ വരുന്നു, അപ്പോൾ അതിനെക്കുറിച്ചൊരു കഥ എഴുതുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ കാണുന്നു, അതിനെക്കുറിച്ചൊരു കഥ എഴുതുന്നു, അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്. അപ്പൊ ഇന്നൊരു കഥയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന രീതിയിൽ എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ കഥകളിലെല്ലാം ശരി, കഥാസമാഹാരങ്ങളെല്ലാം ശരി, എനിക്ക് ഇഷ്ടമാണ്, വളരെ ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഞാൻ വായിച്ച കഥകളാണോ അല്ലെങ്കിൽ പുസ്തകങ്ങളാണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങ് അത് ഒരുപാടുണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അത് പണ്ട് മുതലേ വായിക്കുന്നില്ല, ഏകദേശം എത്ര വർഷങ്ങളായി. ഞാൻ SSLC പഠിക്കുന്ന സമയത്ത് തന്നെ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങിയതല്ലേ. ആ സമയത്തുള്ള പുസ്തകങ്ങളെല്ലാം നോക്കിയാൽ എത്ര പുസ്തകങ്ങൾ വായിച്ചു, ഏതൊക്കെ പുസ്തകങ്ങൾ വായിച്ചു, ഏതൊക്കെ ഇഷ്ടമാണ് എന്നുള്ളതൊന്നും എനിക്ക് പറയാൻ പറ്റും തോന്നുന്നില്ല. അത് ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. അത് മലയാളത്തിൽ മാത്രമല്ല, ഇംഗ്ലീഷിലുണ്ടാവും. അങ്ങനെ കന്നഡയിൽ നിന്ന് മലയാളത്തിലേക്ക് ആക്കിയതിനാ, കന്നഡയിൽ നിന്ന് ഇംഗ്ലീഷിലാക്കിയതിട്ടാം, അല്ലാതെ അങ്ങനെ പല പുസ്തകങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ പ്രത്യേകിച്ച് ഒരു പുസ്തകം എന്ന രീതിയിൽ പറയാൻ പറ്റില്ല. ഇതിൽ പുസ്തകം പബ്ലിഷ് ചെയ്യുന്ന കാര്യം ചോദിച്ചില്ലേ, അതിലിപ്പോൾ കാര്യം ഞാൻ ഒരുപാട് പബ്ലിഷേഴ്സിനെ ഞാൻ സമീപിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പുസ്തകം പബ്ലിഷ് ചെയ്യണമെന്നുള്ളത്. ആ പബ്ലിഷിങ് എന്നുള്ളത് ഒക്കെ ഒരു ബിസിനസ് തന്നെയാണ്, അവർക്കൊരു ബിസിനസ് തന്നെയാണ്. എന്നിരുന്നാലും അവർ എഴുത്തുകാരെ എന്താണ് പറയുക, ചൂഷണം ചെയ്യുന്നത് പോലെയുള്ള പബ്ലിഷിങ് ചെയ്യരുത് എന്നുള്ളതാണ് കാര്യം. അവരിന് ഒരുപാട് പ്രതീക്ഷകൾ കൊടുക്കുന്നു, വാഗ്ദാനം ചെയ്യുന്നു എഴുത്തുകാർക്ക്. ആ എഴുത്തുകാരെ അതെല്ലാം പ്രതീക്ഷിക്കുന്നു. നമ്മൾ 1000 കോപ്പി പ്രിന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1000 കോപ്പി പ്രിന്റ് ചെയ്യണമെന്നില്ല. ചിലവർ 1000 കോപ്പിയിൽ കൂടുതൽ പ്രിന്റ് ചെയ്യാം. പിന്നെ ഇതിന്റെ പ്രിന്റ് ചെയ്യാൻ ഈ ഒരു പുത്തൻ എഴുത്തുകാരനാണെങ്കിൽ ആ പ്രിന്റ് ചെയ്യേണ്ട പുസ്തകങ്ങളുടെ വിലയെല്ലാം, ഈ തുകയെല്ലാം, പ്രിന്റിങ് ചാർജ് എല്ലാം ഈ എഴുത്തുകാരൻ കൊടുക്കുന്നു. എന്നിട്ടാണ് പ്രിന്റ് ചെയ്യുന്നത്. ആ പബ്ലിഷറുടെ ലേബലിലാണ് പ്രിന്റ് ചെയ്യുന്നത്. എന്നിട്ട് ഏതാനും കോപ്പികൾ ഇവർക്ക് കിട്ടുന്നു, എഴുത്തുകാരന് കിട്ടുന്നു. കൂടുതൽ കോപ്പികൾ അവർ വിൽക്കുന്നു, പബ്ലിഷർ വിൽക്കുന്നു.
അങ്ങനെയുള്ള ഒരുപാട് ഗെയിം പ്ലാൻ ഇതിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തന്നെ എൻ്റെ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പുസ്തകങ്ങളെല്ലാം ഞാൻ തന്നെയാണ് പബ്ലിഷ് ചെയ്യുന്നത്. അത് പബ്ലിഷിങ് മാത്രമല്ല, അതിൻ്റെ ഡിസൈനിങ്ങും കവർ ഡിസൈനിങ്ങും എല്ലാം ഞാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതോടുകൂടി ചേർത്ത് വായിക്കേണ്ടതാണ്. ഓക്കെ, തീർച്ചയായിട്ടും. ഓർമ്മയിൽ ഒരു വസന്തം എന്ന് പറയുന്ന പുസ്തകം വായിച്ചിരുന്നു. അപ്പൊ അത് ഒരു കൂട്ടം ആളുകൾ പറഞ്ഞിട്ട് എഴുതിയതാണെന്ന് പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ അതിന് അവതാരക എഴുതിയത് അസിസ്റ്റന്റ് കമ്മീഷണർ അദ്ദേഹവും അതിനകത്തുണ്ടെന്ന് പറഞ്ഞു. എന്താണ് അതിനൊരു പ്രചോദനമായിട്ടുള്ളത്? എന്തുകൊണ്ടാണ് ആ ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ ഒരു പുസ്തകത്തിനെ പറ്റിയും സ്റ്റോറിയെ പറ്റിയും പറയാനുണ്ടായ കാരണം? ഓർമ്മയിലിരുന്ന് വസന്തം എന്ന പുസ്തകം എഴുതാനുള്ള കാരണം തന്നെ എൻ്റെ 2-3 ഫ്രണ്ട്സുകൾ പറഞ്ഞിട്ടാണ്. ഓക്കെ, അത് അവർ പറഞ്ഞു, നമ്മൾ ഈ പാരൽ കോളേജിൻ്റെ അവർ പഠിച്ച പാരൽ കോളേജിൻ്റെ ബേസ് ആയിട്ട് ഒരു കഥ എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ചില അനുഭവങ്ങൾ പറയൂ, ഞാനും അതിലൂടെ യാത്ര ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അവർ കുറേ അനുഭവങ്ങൾ പറയുകയും ഓവർ ദ ഫോൺ പറയുകയും അങ്ങനെ അത് ഞാൻ കുറേ നാൾ എടുത്തിരുന്നു. മനസ്സിൽ ഒരുപാട് ആളുകൾ അത് ഇൻക്യുബേറ്ററിൽ ഇരുന്നിരുന്നു. പിന്നെയാണ് ചില ഒരുപാട് കാര്യങ്ങൾ സംശയങ്ങൾ ചോദിക്കുക ചെയ്തിരുന്നു. അത് വേറെ വിഷയം. അത് ഇപ്പം പറഞ്ഞതുപോലെ അത് എനിക്ക് പ്രചോദനം തന്ന ഒരാൾ കൊച്ചിയിൽ ഇപ്പം ജോലി ചെയ്യുന്നുണ്ട്, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് അവരുടെ ആ പ്രചോദനം തന്നെയാണ് ആ നോവൽ എഴുതാനുള്ള കാരണം. 110 പേജ് നോവലിനുള്ളൂ. പക്ഷേ ഞാൻ എഴുതിയത് 1 മാസം കൊണ്ടാണ്. 1 മാസം കൊണ്ട് ആ നോവൽ എഴുതി തീർത്തത്. ആ ചെറുകഥയിൽ നിന്ന് ബേസ് ചെയ്തിട്ടാണ് ആ നോവൽ എഴുതുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ അവർ ആ ചെറുകഥ കണ്ട ശേഷം അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കുറച്ചുകൂടി ഇലാബറേറ്റ് ആക്കൂ എന്ന് പറഞ്ഞിട്ടാണ് അതൊരു നോവലായത്. അത് നോവലാകുന്നതിന് മുന്നേ ഞാൻ അതിൽ തന്നെ എന്നെ പ്രതിഷ്ഠിച്ചു, ഞാൻ എന്നെ ഇൻവോൾവ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ എന്ന കഥാപാത്രം അതിൽ വരുന്നത്. ഞാനെന്ന കഥാപാത്രമാണ് ആ നോവലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഞാനെന്ന കഥാപാത്രമാണ് അതിലെ മെയിൻ ചെയിൻ. ആ ചെയിനെ ചുറ്റിപ്പറ്റിയാണ് എല്ലാ കഥാപാത്രങ്ങളും, ബാക്കിയുള്ള കഥാപാത്രങ്ങളെല്ലാം ഉള്ളത്. അതെന്താണ് അങ്ങനെ ഒരു സ്വയം തെരഞ്ഞെടുപ്പിനുള്ള ഒരു കാരണം? അത് പ്രധാന കാരണം മറ്റുള്ള കഥാപാത്രങ്ങളുടെ അനുഭവങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടല്ലോ. അവർ കോളേജിൽ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്തത്, അവരുടെ ദിവസങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് എനിക്ക് വ്യക്തമായി അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്ന കഥാപാത്രം അതിനെ മെയിനാക്കി, എന്നിട്ടാണ് അത് കഥ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ബാംഗ്ലൂരിലെ ജീവിതം എത്രത്തോളം എഴുത്തിനെ സ്വാധീനിച്ചിട്ടുണ്ട്? ഇവിടെയും ഒരുപാട് എഴുത്ത് കൂട്ടായ്മകളൊക്കെ ഉണ്ട് ബാംഗ്ലൂർ. അപ്പോൾ അത് അവരുമായിട്ടുള്ള ഒരു കണക്ഷനും അവരെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് ബാംഗ്ലൂർ ലൈഫ് എന്ന് പറയുന്നത്? ബാംഗ്ലൂരിലെ ജീവിതം ഒരുപാട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എൻ്റെ ആദ്യ സമാഹാരം തന്നെ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടാണ്. പിന്നെയാണ് മറ്റ് സിറ്റികളിലെ കഥയും. ഇപ്പം ഞാൻ മെക്സിക്കോയിലെ സിറ്റിയിൽ പറഞ്ഞിട്ടുണ്ട്, മയന്മാറിലത്തെ കഥ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പല സിറ്റികളിലെ കഥ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ ആദ്യ സമാഹാരം ബാംഗ്ലൂരിനെ ബേസ് ചെയ്തിട്ടാണ്. ഞാൻ ഒരുപാട് കാലങ്ങളായി ബാംഗ്ലൂർ താമസിക്കുന്നുണ്ട്. എൻ്റെ ചിന്തയെല്ലാം ബാംഗ്ലൂരിനെ ബേസ് ചെയ്തിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അതങ്ങനെ ആയിരിക്കുമല്ലോ. നമ്മൾ എവിടെയാണ് ജനിച്ചു വളർന്നത്, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത്, അതിനെ ബേസ് ആയിട്ടാണല്ലോ നമ്മുടെ ചിന്തകൾ വളരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ബാംഗ്ലൂരിലെ പൊതുവെ എല്ലാ സാഹിത്യ ചർച്ചകളിലും ഞാൻ പങ്കെടുക്കാറുണ്ട്. ഒരുപാട് പേര് എനിക്ക് അറിയുന്നവരുണ്ട്. അപ്പോൾ അവർ എൻ്റെ പുസ്തകത്തിൻ്റെ പ്രകാശത്തിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചർച്ചയ്ക്കോ, അവരുടെ ബുക്കിൻ്റെ പ്രകാശനോ ചർച്ചയ്ക്കൊക്കെ ഞാനും പോകാറുണ്ട്. അവരുമായിട്ട് നല്ല കൂട്ടായ്മയുണ്ട്, അത് ഒക്കെ നടക്കുന്നു. ബാംഗ്ലൂരിലെ എഴുത്തുകാരുടെ തമ്മിലുള്ള ആ ഒരു ഐക്യം ഒക്കെ നിലനിന്ന് പോകുന്നുണ്ട്. അതൊക്കെ നല്ല അന്യോന്യ സഹകരണത്തോടെയാണ് പോകുന്നത്. എന്നാലും വല്ലപ്പോഴും മനുഷ്യരല്ലേ, അപ്പോൾ ചിലപ്പോഴും വടംവലിയും കാലുവാരലും ഒക്കെ ഉണ്ടാവും. അതൊരു സ്വാഭാവികമാണ്. എപ്പോഴും എഴുത്തിന് ആധാരമാക്കുക എന്തായിരിക്കും? ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും എഴുതാനും വായിക്കാനും ഒക്കെ. അപ്പോൾ എഴുതുമ്പോൾ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് എപ്പോഴും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന കണ്ടന്റ് എന്താണ്? അതിന് എന്തെങ്കിലും ഒരു കാരണമുണ്ടോ? എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും, നമുക്ക് ഇന്ന രീതിയിലുള്ള കണ്ടന്റ് എടുക്കാം, ഇന്ന രീതിയിൽ നമുക്ക് എഴുതണം എന്നുള്ളത്? അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒന്ന് മനസ്സിൽ കരുതിയിട്ടാണോ എഴുതുന്നത്, അതോ നമ്മൾ എഴുതുമ്പോൾ ഓൾറെഡി വന്നു പോകുന്നതാണോ? എങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എഴുത്തിന് ആധാരമാകുന്നത് എപ്പോഴും അനുഭവങ്ങൾ തന്നെയാണ്. നമ്മളെ സ്വന്തമായി അറിഞ്ഞ അനുഭവങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞ അനുഭവങ്ങളോ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കളായാലും മതി. ഓക്കെ, ഇപ്പോൾ നമ്മൾ വയലിലൂടെ നടന്നു പോകുന്നു, വയലിന് നടുവിലൊരു പോസ്റ്റ് കാണുന്നു, ടെലിഫോൺ പോസ്റ്റ് ആയിക്കോട്ടെ. ആ ടെലിഫോൺ പോസ്റ്റിനെ കുറിച്ച് നമ്മളൊരു വസ്തുവാണ്. ആ പോസ്റ്റിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നു, അത് എപ്പോഴാണ് വന്നു, ആ നാട്ടിൽ എപ്പോഴാണ് ഒരു ടെലിഫോൺ വന്നത്, ആ ടെലിഫോൺ നമ്പർ എത്ര ഡിജിറ്റ് ആയിരുന്നു എന്നൊക്കെ ആലോചിക്കാറോ.
അപ്പം ആ ടെലിഫോൺ ഒരു പാടത്തിൻ്റെ നടുക്കായതുകൊണ്ട് അത് എത്ര പേർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നു, കഷ്ടാക്കളാവുന്നു എന്നുള്ളത് ആലോചിക്കാമല്ലോ. അപ്പോൾ ആ ടെലിഫോൺ പോസ്റ്റിനെ കുറിച്ചായിരിക്കും ഒരു കഥ ഉണ്ടാവുന്നത്. ഓക്കെ, അത് വസ്തുവാവാം, അനുഭവമാവാം, എന്തോ ആവാം. ഓക്കെ, കണ്ടന്റ് ഓടി വന്നാലും ശരി, നടന്നു വന്നാലും ശരി, അതൊരു നമ്മൾ മനസ്സിൽ കയറി ഒരു പ്രതിഷ്ഠിക്കപ്പെടുന്നു. ഓക്കെ, അപ്പോഴാണ് നമ്മളത് ആലോചിക്കുന്നു, അതിനൊരു കഥയുടെ ഒരു സാധ്യതയുണ്ടോ, അതൊരു കഥയാക്കാൻ കൊള്ളാമോ. ഞാനെപ്പോഴും പറയാറുണ്ട്, നമ്മൾ കഥ എഴുതുന്ന സമയത്ത് മറ്റുള്ളവർക്ക് ഉപദ്രവം ആവരുത്, മറ്റുള്ളവർ സമൂഹത്തിന് ഡിസ്റ്റർബൻസ് ആകരുത്, മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യരുത്, മറ്റുള്ളവരെ പരിഹസിക്കരുത്. ഇപ്പോൾ നമ്മളൊക്കെ പലപ്പോഴും കണ്ടു ചില കഥാകാരന്മാർ മറ്റുള്ള ദൈവങ്ങളെ പരിഹസിക്കുക, അവരുടെ വിശ്വാസങ്ങളെ പരിഹസിക്കുക, അവരുടെ ആചാരങ്ങളെ പരിഹസിക്കുക. അതൊന്നുമല്ല സമൂഹത്തിൽ. നമ്മളൊരു റെസ്പോൺസിബിൾ മനുഷ്യനാകുന്ന സമയത്ത് അങ്ങനെ പരിഹസിക്കാതെ നമ്മൾക്ക് മറ്റുള്ളവരെ ചിന്തിപ്പിക്കാനും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് മുതൽക്കൂട്ടാവുന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലും എഴുതാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അല്ലാതെ അവരെ പരിഹസിക്കുന്ന രീതിയിൽ ആവരുത്. ഇപ്പോൾ ഞാനൊരു വ്യക്തിയുടെ സ്വകാര്യ ഭാഗങ്ങൾ ഒരു പുസ്തകത്തിന്റെ കവറാക്കുക, അത് കാണിച്ചിട്ട് വായനക്കാരെ അട്രാക്ട് ചെയ്യുക, അതൊന്നല്ല നമ്മൾ എഴുത്തുകാർ ചെയ്യേണ്ടത്. ഒരു റെസ്പോൺസിബിൾ മനുഷ്യനാകുക എന്നാണ്. ആ റെസ്പോൺസിബിൾ മനുഷ്യനായ ശേഷം ഒരു എഴുത്തുകാരനാവുക, ഒരു കലാകാരനാകുക എന്നുള്ളതാണ്. ഒരു വൃത്തികെട്ട ചിത്രങ്ങൾ കാണിച്ചിട്ടോ കവറിൽ കാണിച്ചിട്ടോ അല്ല ഒരു പുസ്തകം വിൽക്കേണ്ടത്. ഓക്കെ, ഒരു വിൽപ്പന സാധ്യത മാത്രം കണ്ടിട്ട് കഥ എഴുതുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അതല്ല ഒരു എഴുത്തുകാരൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു സബ്ജക്റ്റ് മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ആലോചിച്ച് അതിന് താലോലിച്ച് അതിന് കൺസീവ് ചെയ്ത് അതൊരു കഥക്ക് സാധ്യതയുണ്ടെന്ന് കണ്ട ശേഷം അത് കഥക്ക് ഒരു കഥ എഴുതാൻ, ഒരു കഥയെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് കണ്ട ശേഷം നമ്മളതിനെ പല രൂപത്തിലാക്കിയെടുക്കുന്നു. ഓക്കെ, കഥയോ നോവലോ എന്ത് വേണമെങ്കിലും അതാക്കിയെടുക്കുന്നു. അതിൻ്റെ സാധ്യത നമ്മൾ മുന്നേ മനസ്സിലാക്കുന്നു, അതിന് എത്രത്തോളം സാധ്യതയുണ്ട് എന്നുള്ളത്. ഓക്കെ, ഇപ്പോഴത്തെ ജനറേഷൻ ഒരുപാട് മാറിയിട്ടുണ്ട്. അത് മാറിയത് ഇങ്ങനെ വായന കൊണ്ട് മാറിയതാണോ, അല്ലെങ്കിൽ വായനയിലൂടെ മാറിയതാണോ, അല്ലെങ്കിൽ വായിക്കാത്തതുകൊണ്ട് മാറിയതാണോ എന്ന് നമ്മൾക്കറിയില്ല. ഓക്കെ, വായന മരിച്ചിട്ടില്ല, പക്ഷെ വായനയുടെ രീതി മാറി എന്നുള്ളതാണ്. കൂടുതലും ഇലക്ട്രോണിക് മീഡിയയിലൂടെ വായിക്കുന്നു എന്നുള്ളതാണ്. പുസ്തകം വാങ്ങിയിട്ട് വായിക്കുക എന്നൊരു സംഭവം കുറഞ്ഞു എന്നുള്ളത് സത്യം തന്നെയാണ്. എന്നിരുന്നാലും ഈ കിൻഡൽ ബുക്ക് വഴിയിൽ അതുപോലെ ബുക്കുകളുണ്ടല്ലോ, ഇപ്പോഴും പിന്നെ ഓഡിയോ ബുക്കുകളും ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. വായനയുണ്ട്, പക്ഷേ അതിൻ്റെ രീതികൾ മാറി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടാവുന്ന ഒരു സുഹൃത്ത് തന്നെയാണ് വായന എന്നുള്ളത്. ഈ ഇലക്ട്രോണിക് മീഡിയയിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വായന കുറഞ്ഞു എന്നുള്ളത് സത്യം തന്നെയാണ്. നമ്മൾ കൂടുതലും മറ്റുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇടപെടുന്നുള്ളതാണ് കാര്യം. പക്ഷെ അതിന് അഡ്വാൻറ്റേജും ഉണ്ട്. നമ്മൾ വാർത്തകൾ പെട്ടെന്ന് അറിയുന്നുണ്ട്. ഓക്കെ, ഇപ്പം ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് എന്ത് കാര്യം നടന്നാലും നമ്മൾ വളരെ പെട്ടെന്ന് അറിയുന്നു. ഇലക്ട്രോണിക് മീഡിയ കൊണ്ട് ഉപദ്രവമുണ്ട്, ഇതുപോലെ ഗുണങ്ങളുമുണ്ട്. ഈ ഗുണങ്ങൾ എന്താണ്? നമ്മൾ പെട്ടെന്ന് വാർത്തകൾ അയക്കുന്നു. ദോഷം എന്താണ്? ഈ പുസ്തകങ്ങൾ വായിക്കാതിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു പുസ്തകം ഒരു PDF ഫോർമാറ്റ് മൊബൈലിൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഉടനെ ചിന്ത മാറിക്കഴിഞ്ഞു. ചിന്ത വേറെ സോഷ്യൽ മീഡിയയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളൊരു ചിന്ത നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നു. ആ ചിന്ത നമ്മൾ വായനയെ തടസ്സപ്പെടുത്തുന്നു. പിന്നീട് നമ്മൾ അതിലേക്ക് പോകുന്നു, അതിൽ തന്നെ മുഴുകിയിരിക്കുന്നു, ആ സോഷ്യൽ മീഡിയയിൽ തന്നെ മുഴുകിയിരിക്കുന്നു. അപ്പോഴും വായന കുറയുന്നു. അങ്ങനെയുള്ളതാണ് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് വായിക്കണം, ഇത് വായിക്കണം, ഇന്നത് വായിക്കണം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഓക്കെ, തീർച്ചയായും വായിക്കാൻ കഴിയും. പക്ഷെ അങ്ങനെയുള്ള തീരുമാനം എടുക്കാൻ ഇപ്പോഴും ബുദ്ധിമുട്ടുന്നു, കഴിയാതിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പോഴും തന്നെ നമ്മുടെ മാഗസിനുകൾ വീക്കിലി, മന്ത്ലി എന്താ ചെയ്യട്ടെ, അതെല്ലാം പ്രിന്റിങ്ങിന്റെ എണ്ണം കുറഞ്ഞില്ലേ? പത്രങ്ങൾ തന്നെ എണ്ണം കുറഞ്ഞില്ലേ? അപ്പം വായന കുറഞ്ഞു. നമ്മളൊരു കോംപ്ലക്സിനകത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ എക്സാമ്പിൾ തമാശ പറയാം. ഒരു കോംപ്ലക്സിനകത്ത് താമസിക്കുന്നതിൽ നിങ്ങൾക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് വരാം, നിങ്ങളുടെ കയ്യിൽ പഴയ ന്യൂസ് പേപ്പർ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട്. ആ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിനകത്ത് 100 പേര് താമസിക്കുന്നെങ്കിൽ ഒരാൾ പഴയ ന്യൂസ് പേപ്പർ വേണമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ കാര്യം? എന്താണ്? അവരുടെ വീട്ടിൽ ന്യൂസ് പേപ്പർ ഇല്ലാതല്ലേ? അപ്പോൾ വായന അത്രയും കുറഞ്ഞു. പണ്ടാണെങ്കിലോ അത്രയും ഇപ്പം 100 അപ്പാർട്ട്മെന്റ് ഉള്ള വീടാണെങ്കിൽ അതിൽ 99 വീട്ടിലും പത്രം ഉണ്ടാകുന്നുള്ളതാണ് ഒരു സത്യം. അപ്പം അതിൻ്റെ ഒരു വ്യത്യാസം തീർച്ചയായും ഉണ്ട്.
ഷഹനായി മുഴങ്ങുമ്പോൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ ബോംബെ മറൈൻ ഡ്രൈവ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബോംബെയിൽ താമസിച്ചിട്ടുണ്ടോ? അത് നമ്മൾ ഇംഗ്ലീഷിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് താങ്കൾ തന്നെയാണോ ട്രാൻസ്ലേറ്റ് ചെയ്തത്, വേറെ ആരെങ്കിലും ആണോ? ഷഹനായി മുഴങ്ങുമ്പോൾ എന്ന നോവല് ഞാൻ സൈമിൾട്ടേനിയസ്ലി മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതുകയാണ് ഉണ്ടായത് ഒരേ സമയത്ത് തന്നെ. അപ്പോൾ ഒരു പാരഗ്രാഫ് മലയാളത്തിൽ എഴുതുക, പിന്നെ അതിൻ്റെ തന്നെ ഇംഗ്ലീഷ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വരി മലയാളത്തിൽ അത് ഇംഗ്ലീഷിൽ എഴുതുക, അങ്ങനെയാണ് ചെയ്യുക. എൻ്റെ സിസ്റ്റം തന്നെ അങ്ങനെയാണ്. 2-3 സ്ക്രീനുള്ള സിസ്റ്റമാണ്. ഒരു സിസ്റ്റത്തിൽ 3 സ്ക്രീനൊക്കെ വെച്ചാണ്. അപ്പോൾ ഒരു സ്ക്രീനിൽ മലയാളം എഴുതുക, മറ്റേ സ്ക്രീനിൽ ഇംഗ്ലീഷ് എഴുതുകയാണ്. അങ്ങനെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. പിന്നീടാണ് ഞാൻ ഷിമോഗയിലെ പ്രഭാകരൻ സാറിനെ കൊണ്ട് കന്നഡയിൽ ചെയ്യിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ബോംബെയിലുണ്ടാകുന്ന സമയത്തുള്ള ഒരുപാട് പാർസി സമൂഹത്തിന് ഞാൻ പരിചയമുണ്ടായിരുന്നു. അവരുടെ സംസ്കാരം, അവരുടെ ഭക്ഷണ രീതികളെല്ലാം പരിചയമുണ്ടായിരുന്നു. അങ്ങനെയാണ് അതൊരു പണ്ട് തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോഴേ അതിൻ്റെ ഒരുപാട് നോട്ട്സുകൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നീട് അതൊരു നോവലായി. ആദ്യം എഴുതിയ നോവൽ ഒരുപാട് പേജുകളുള്ള നോവലായിരുന്നു. ഓക്കെ, അതിൽ ഒരുപാട് മ്യൂസിക്കിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കർണാട്ടിക് സംഗീതവും ഹിന്ദുസ്ഥാനി സംഗീതവും തമ്മിലുള്ള കണക്ഷൻസ്, ബന്ധങ്ങൾ, അതെങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നത് എല്ലാം അതിലുണ്ടായിരുന്നു. പിന്നീട് ഞാൻ എന്നെ തന്നെ പറഞ്ഞു മനസ്സിലാക്കി, അതല്ല നമ്മൾ ഉദ്ദേശിച്ചത്. ഒരു സംഗീത പുസ്തകം അല്ല ഇത്. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു പുസ്തകമല്ല ഇത്. പിന്നെ അവരുടെ കൾച്ചറും അല്ലെങ്കിൽ സംസ്കാരവും കാണിക്കാനുള്ള പുസ്തകമല്ല, അവരുടെ ഭക്ഷണ വൈവിധ്യം കാണിക്കാനുള്ള പുസ്തകമല്ല ഇത്. ഇത് കാണിക്കുന്നത് അതിലുള്ള കേരളത്തിൽ നിന്ന് ഒരാൾ ബോംബെയിൽ പോകുന്നു. ആ ബോംബെയിലുള്ള ആ പാർസി ഫാമിലി ഷഹനായി വായിക്കുന്നവരാണ്, ഷഹനായി വിദ്വാൻമാരാണ്. അവരും ഇയാളും മ്യൂസിക് കൺസേർട്ടിൽ പങ്കെടുക്കുന്നു, സിനിമ മ്യൂസിക് ചെയ്യുന്നു. അങ്ങനെയൊക്കെയാണ് ആ കഥകൾ പോകുന്നത്. പിന്നീട് അതിലൊരു പെൺകുട്ടിയായിട്ട് ഈ കേരളത്തിൽ നിന്ന് പോയ കുട്ടി പ്രണയത്തിലാവുന്നു. പിന്നീട് ആ കുട്ടിക്ക് എന്തോ സംഭവിക്കുന്നു. അതൊക്കെയാണ് ഈ ആ നോവലിൽ പറയുന്നത്. അതുകൊണ്ട് ആ നോവലിൽ ചുരുക്കിയിട്ട്, ഒരുപാട് പേജുള്ള നോവലിനെ ചുരുക്കി ഞാനൊരു ചെറിയ പുസ്തകമൊക്കെയാണ് ചെയ്തത്. ഓക്കെ, അതിൻ്റെ വ്യത്യാസം അതിലുണ്ട്. ഓക്കെ, പിന്നീട് പറയുന്നു ആ പയ്യൻ, കേരളത്തിൽ നിന്ന് പോയ പയ്യൻ തിരിച്ച് കേരളത്തിലേക്ക് വരുന്നു. അതിനിടയിൽ ഒരുപാട് വർഷങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ നോവലിലുണ്ട്. ഓക്കെ, ആ നോവൽ വായിച്ചാലേ അതിൻ്റെ രസം മനസ്സിലാവുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ നോവൽ ഇംഗ്ലീഷും മലയാളം ആയിക്കോട്ടെ, അതൊരു ട്രാൻസ്ലേഷൻ എന്ന രീതിയിൽ കാണാൻ പറ്റില്ല. അത് രണ്ടും ഒറിജിനൽ ബുക്ക് തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും ബോംബെയിലുള്ള ചില വാക്കുകൾക്ക് കൃത്യമായ ഒരു ആൾട്ടർനേറ്റീവ് പദം മലയാളത്തിലില്ല, അല്ലെങ്കിൽ മലയാളത്തിൽ കൃത്യമായ ഒരു ആൾട്ടർനേറ്റീവ് പദം ഇംഗ്ലീഷിലില്ല എന്നുള്ളൊരു സത്യമുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ വേറെ ഏതെങ്കിലും ഒരു ആൾട്ടർനേറ്റീവ് ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലാതെ അതൊരു ഒറിജിനൽ തന്നെയാണ് മലയാളവും ഇംഗ്ലീഷും. പിന്നീട് മലയാളത്തിൽ നിന്ന് ആസിറ്റീസ് ആണ്. അതുപോലെ തന്നെയാണ് പ്രഭാകരൻ സാറ് കന്നഡയിലേക്ക് ചെയ്തിരിക്കുന്നത്. വേർഡ് ബൈ വേർഡ് അതുപോലെ അതേ ഏറ്റവും സൂട്ടബിളായ വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് കന്നഡയിൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ, കായാമ്പൂവിനെ കുറിച്ച് ഒരുപാട് പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് കായാമ്പൂ ഉണ്ടാകുന്ന ചെടിയെ കുറിച്ചും അതിന്റെ വിവരണവും ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതില് ഭർത്താവും ഭാര്യയും കൃഷ്ണഭക്തരാണ്. അതുപോലെ തന്നെ വളരെ നന്നായിട്ടുണ്ട് കേട്ടോ ആ കായാമ്പൂ ഉണ്ടാകുന്നതിനെ കുറിച്ച് വിവരിച്ചിട്ടുള്ളതൊക്കെ. അപ്പൊ അതുപോലെ ഒരു കൃഷ്ണഭക്തനാണോ എന്നാണ് ആ ഒരു പുസ്തകത്തിന് ആധാരം? കായാവും ഏഴിലും പാലയും എന്ന നോവല്, അതിൽ നായനാരും പാർവതിയും എന്നുള്ള അവരുടെ കഥ പറയുന്ന സമയത്ത് ആ നായനാർ എന്നുള്ള കഥാപാത്രം ആ പൊതിയൂർ എന്നുള്ള ഗ്രാമത്തിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു എന്ന് മുതൽ അവരുടെ മരണം വരെയാണ് അതിൽ പറയുന്നത്. അവരുടെ ജീവിതമാണ് പറയുന്നത്. ആ നാടിന്റെ കഥയാണ് പറയുന്നത്. പൊതിയൂർ എന്ന ഗ്രാമത്തിന്റെ നിഷ്കളങ്കതയാണ് പറയുന്നത്. അവരുടെ സ്നേഹബന്ധത്തിന്റെ കഥയാണ് ഈ കായാവും ഏഴിലും പാലയും എന്ന നോവലിൽ പറയുന്നത്. ഓക്കെ, ആ നോവലിൽ എന്താണ്, അവർ കൃഷ്ണഭക്തർ തന്നെയാണ്. ഓക്കെ, അവർക്കത് പറയാനും മടിയില്ല. അത് അവർ കൃഷ്ണഭക്തരെന്നല്ല, അവർ ഭക്തരാണ്. എല്ലാ ഹിന്ദുക്കളുടെ എല്ലാ ആചാരങ്ങളും അവർ അനുഷ്ഠിക്കുന്നുണ്ട്. അതിൽ ദീപാവലിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഓണത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലുള്ള ആചാരങ്ങൾ, ഈ നമ്മുടെ ഉത്സവങ്ങളെല്ലാം അവർ പങ്കെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവരുടെ അവസാന കാലത്ത് അവർക്ക് എന്ത് ചെയ്യണം? കൃഷ്ണഭക്തി. നമ്മളൊക്കെ എന്താണ് പറയാ, അവർക്ക് ചിലവർക്ക് എന്താണ് ഈ ഭക്തി ലേറ്റസ്റ്റ് സ്റ്റേജിൽ, അവസാന സ്റ്റേജിലേ അവർക്ക് ആ ഭക്തി ഉണ്ടാവുള്ളൂ. പക്ഷേ അവരങ്ങനെയല്ല. അവർ ആ ഭക്തി ഉള്ള സമൂഹത്തിൽ, ഭക്തി ഉള്ളവരായിട്ടാണ് അവർ ജനിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അവർ ആ ഭക്തിമാർഗത്തിലൂടെ ഭക്തി ഉള്ളവരായി പോകുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ആ ഭക്തി ഉള്ളതുകൊണ്ടായിരിക്കും, കറകളഞ്ഞ ഭക്തി ഉള്ളതുകൊണ്ടായിരിക്കും അവരുടെ കൂടെ നിൽക്കുന്നവരുടെ ജോലിക്കാരെ എല്ലാവരെയും വളരെ സ്നേഹത്തോടെയും കൂടെ കൂട്ടുന്നതും കൂടെ കൊണ്ടുപോകുന്നതും
ആ സ്നേഹമാണ് അവർ ഈ നായനാർ എന്നുള്ള കഥാപാത്രം മറ്റുള്ളവർക്ക് പകരുന്നതും ഒക്കെ. ആ ഭക്തി ഈ ഗോഡ് ഫിയറിങ് എന്നുള്ളതല്ല അവർ വിശ്വസിക്കുന്നത് ഗോഡ് ലവിങ് എന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലെ ഞാനും വിശ്വാസിയാണ്. ആ പുസ്തകത്തിന്റെ ആധാരം ഭക്തിയല്ല, പുസ്തകത്തിന്റെ ആധാരം സ്നേഹമാണ്. ആ നായനാർ എന്നുള്ള കഥാപാത്രം കൂടെയുള്ളവരെങ്ങനെ കൂടെ കൂട്ടുന്നു, അവരെങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അവരെങ്ങനെ നന്മയിലേക്ക് നയിക്കുന്നു എന്നൊക്കെയാണ് ആ നോവലിൽ പറയുന്നത്. ഒരു ഭക്തിയുടെ പുസ്തകമല്ല അതല്ലാതെ. അവരവസാനം കഥയുടെ അവസാനം അവർ ഭക്തിയിലേക്ക് പോകുന്നു എന്നത് മാത്രം കരുതിയാൽ മതി. ഓക്കെ. ഈ ഞാൻ ഭക്തനാണ് എന്ന് പറയുന്നത് നാണമുള്ളവർ ചിലവരുണ്ട്. എനിക്ക് ഒരു ഷെയിമ് തോന്നുന്നവരുണ്ട്. ഞാൻ ഭക്തനാണ്, ഞാൻ ഇന്ന ഭക്തനാണ്, അല്ല ഞാൻ രാമഭക്തനാണ്, ഞാൻ ഹനുമാൻ ഭക്തനാണെന്ന് പറയുന്നവർ ചിലവരുണ്ട്. അവർക്ക് ഷെയിമാവാം. പക്ഷേ ഇവരങ്ങനെയല്ല, ഞാനും അങ്ങനെയല്ല. ഞാൻ എൻ്റെ വിശ്വാസം പോലെ ഞാൻ നിങ്ങളുടെ വിശ്വാസവും അല്ല മറ്റുള്ളവരുടെ വിശ്വാസവും ഞാൻ ബഹുമാനിക്കുന്നു എന്നുള്ളത് വേറൊരു സത്യമാണ്. ഞാൻ മറ്റുള്ളവരുടെ വിശ്വാസത്തെ ഹനിക്കാനോ അതിനെ ഇൻസൾട്ട് ചെയ്യാനോ ഞാൻ പോകാറില്ല. അതെൻ്റെ വിഷയമല്ല. എനിക്ക് എൻ്റെ വിഷയമുണ്ട്. എനിക്ക് എനർജി തരുന്നത്, എനിക്ക് ലഹരി തരുന്നത് എൻ്റെ എഴുത്തുണ്ട്, മറ്റേ കലാപ്രവർത്തനങ്ങളുണ്ട്. അല്ലാതെ മറ്റുള്ളവരുടെ ഇതിൽ കയറിയിട്ട് ഞോണ്ടുക അല്ല ചുരണ്ടുക എന്നുള്ള പരിപാടി എനിക്ക് നടക്കില്ല. അതെൻ്റെ വിഷയമല്ല. ഒരുപാട് പുസ്തകങ്ങൾ ഇനിയും വരാനുണ്ട്. ഒരുപാട് അവാർഡുകൾ വാരിക്കൊട്ടിയിട്ടുണ്ട് ഒരുപാട് പുസ്തകങ്ങൾക്ക് വേണ്ടിയിട്ട്. സെൻസർ ബോർഡ് അഡ്വൈസറി കമ്മിറ്റി അംഗം കൂടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? എൻ്റെ പുസ്തകങ്ങൾ വരാനുണ്ട്. എൻ്റെ പുസ്തകങ്ങൾ ഞാൻ തന്നെ പബ്ലിഷ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എപ്പോഴും ഫണ്ടാണ് വേണ്ടത്. ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ അടുത്ത പുസ്തകങ്ങൾ വരാം. ഇപ്പോഴത്തെ 2-3 പുസ്തകങ്ങൾ പെൻഡിങ് ഉണ്ട്. നമുക്ക് അതെല്ലാം പതുക്കെ വരും. അത് ഫണ്ടുകൾ എങ്ങനെയാണ് വരുന്നത് അതിനനുസരിച്ചായിരിക്കും. ഞാൻ എൻ്റെ പുസ്തകങ്ങൾ വിറ്റിട്ട് വേണം ഞാൻ അടുത്ത പുസ്തകത്തിനുള്ള ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഓക്കെ. അതുകൊണ്ട് പുസ്തകങ്ങൾ വരും, പുസ്തകങ്ങളുണ്ട്. ഞാൻ സെൻസർ ബോർഡ് അഡ്വൈസറി മെമ്പറാണ് കന്നഡ ഇൻഡസ്ട്രിയിൽ. അതിൽ അവരുടെ മീറ്റിങ്ങുകളൊക്കെ പങ്കെടുക്കേണ്ടതുണ്ട്. അതിന് സമയം കണ്ടെത്തണം. പിന്നെ അവരുടെ സിനിമകൾ കാണേണ്ടതുണ്ട്. പിന്നെ അതിനെ റിവ്യൂ ചെയ്യണം. അങ്ങനെ ഒരുപാട് വർക്കുകൾ അതിലും ഉണ്ട്. ഓക്കെ. അപ്പൊ അതിനൊരു കാലപരിധി ഉണ്ടോ ഈ സെൻസർ ബോർഡ് അഡ്വൈസറി കമ്മിറ്റിക്ക്? അതിന് 3 വർഷത്തേക്കാണ് ഇപ്പോൾ അതിന്റെ ടെന്യൂർ. ഓക്കെ. അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്ന് പറയാമോ? അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ഇപ്പോൾ കന്നഡ സിനിമ ഇൻഡസ്ട്രിയിൽ റിലീസിന് മുന്നേ ഏതായാലും സെൻസർ സർട്ടിഫിക്കറ്റ് വേണമല്ലോ. അതിൽ വേണ്ടുന്ന കാര്യങ്ങൾ, വേണ്ടാത്ത കാര്യങ്ങൾ എടുത്തു മാറ്റുക എന്നുള്ളതൊക്കെ വേണ്ടുന്നതാണല്ലോ. അത് ചെയ്യണം. പിന്നെ കർണാടകയിൽ റിലീസ് ചെയ്യുന്ന മറ്റു പടങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട്. സപ്പോസ് ഹിന്ദി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മലയാളം ആയിക്കോട്ടെ, തമിഴ് ആയിക്കോട്ടെ, അത് കർണാടകയിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതും കൂടെ നമ്മൾ പ്രിവ്യൂ ചെയ്യേണ്ടത്. അതൊരു വലിയൊരു ടീമാണത്. ഓക്കെ. അതിൽ ടീമിൽ ഞാനും ഉണ്ടെന്നുള്ളൂ. കേട്ടതിൽ സന്തോഷം. ബാംഗ്ലൂർ മലയാളീസിനോട് എന്താണ് പറയാനുള്ളത്? പിന്നെ ബാംഗ്ലൂർ മലയാളികളോട് പറയാനുള്ളത്, നിങ്ങൾ മലയാളം മാത്രം ഒഴിവാക്കരുത്. പഠിക്കുന്ന സമയത്ത് മലയാളം ഭാഷ മാത്രം ഒഴിവാക്കരുത്. കന്നഡ പഠിക്കണം, മലയാളം പഠിക്കണം. അതിൻ്റെ കൂടെ കന്നഡ ലാംഗ്വേജ് കമ്പൽസറി ആണല്ലോ. അതുകൊണ്ട് മലയാളം പഠിക്കുക. കഴിയുമെങ്കിൽ എഴുതാനും വായിക്കാനും പഠിക്കുക. അത് നമ്മുടെ മാതൃഭാഷയാണ് എന്നുള്ളത്. മലയാളത്തിൽ വായിക്കുന്നത് പോലെ കന്നഡയിലും വായിക്കാം, അതിലൊന്നും തെറ്റുന്നില്ല. ഭാഷ പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ്. എനിക്ക് തമിഴ് പറ്റില്ല, എനിക്ക് ഹിന്ദി പറ്റില്ല എന്ന് പറയുന്നില്ല. നമ്മൾ ഒരു ഭാഷ പഠിക്കുന്ന സമയത്ത് മറ്റൊരു സംസ്കാരം കൂടെ പഠിക്കുന്നു എന്ന് കരുതുക. ഒരു രാജ്യം, നമ്മൾ ഇവിടുന്ന് വേറൊരു രാജ്യത്തേക്ക് പോകുന്ന സമയത്ത്, വേറൊരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത്, വേറെ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നമ്മൾ അവരുടെ സംസ്കാരം കൂടെ അറിയാൻ ശ്രമിക്കുന്നു, അവരുടെ ഭാഷയും അറിയാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഭാഷ പഠിക്കുന്ന സമയത്ത് അവരുടെ സംസ്കാരവും അറിയുന്നു, അവരുടെ കൾച്ചർ എന്താണ്, അവരെങ്ങനെയാണ് വന്നത്, എന്താണ് അവർ കഴിക്കുന്നത്, അവരുടെ ശീലം എന്താണ്, എല്ലാം നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് ഒരു ഭാഷ പഠിക്കുന്നത് നല്ലത് തന്നെയാണ്. അത് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. പിന്നെ ഇവിടെ ബാംഗ്ലൂരിൽ താമസിക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ കർണാടകയുടെ ഉപ്പും ചോറും കഴിക്കുന്നവരാണ്. അതുകൊണ്ട് കന്നഡയാണ് നമ്മളുടെ ഇപ്പം പോറ്റമ്മ. അപ്പൊ അതിനോടുള്ള ബഹുമാനം നിങ്ങൾ എപ്പോഴും കാണിക്കണം. അതുകൊണ്ട് കർണാടകയിലുള്ള അല്ലെങ്കിൽ ബാംഗ്ലൂരിലുള്ള കലാകാരന്മാർക്ക് നിങ്ങൾ എന്തായാലും അവസരങ്ങൾ കൊടുക്കുക. എല്ലാ കലാകാരന്മാരുണ്ട്. ഏത് രീതിയിലുള്ള പല ഫീൽഡിലുള്ള കലാകാരന്മാരും ഇവിടെയുണ്ട്. ഏത് ഫീൽഡിലുള്ള കലാകാരന്മാരെന്നല്ല, ഏത് ലെവലിലുള്ള കലാകാരന്മാരുണ്ട്. വളരെ നന്നായി പാടുന്നവരുണ്ട്, വളരെ നന്നായി കഥകളി ചെയ്യുന്നവരുണ്ട്, വളരെ നന്നായി നൃത്തം ചെയ്യുന്നവരുണ്ട്. എല്ലാ കലാകാരന്മാരും ബാംഗ്ലൂരുണ്ട്. അവർക്ക് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി, അവർക്ക് ഇവിടെ അവസരം കൊടുക്കണം. നിങ്ങൾ കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ നിന്ന് ആളുകളെ വിളിക്കുന്നതിന് പകരം അവർക്ക് ഇവിടെ ഒരു അവസരങ്ങൾ കൊടുക്കുക. നമ്മൾ കർണാടകയിൽ ജീവിച്ചിട്ട് നമ്മൾ വേറൊരു സ്റ്റേറ്റിലേക്ക് ആളുകളെ വിളിക്കുന്നത് വരെ ശരിയല്ലല്ലോ.
അതൊരു നല്ല ഏർപ്പാടല്ല. അപ്പം നമ്മൾ ഇവിടെയുള്ളവരെ കലാകാരന്മാരെ വിളിച്ച് അവരുടെ നമ്മളെ എൻഗേജ് ചെയ്യിക്കുക, അവർക്ക് പ്രോത്സാഹനം നൽകുക, അവർ മുന്നോട്ട് കൊണ്ടുവരിക, അതിന് ചെയ്യുക. കേരളത്തിലെ കലാകാരന്മാർക്ക് അവർക്ക് പലയിടത്തും പല രാജ്യങ്ങളിലും അവസരങ്ങൾ കിട്ടുന്നുണ്ട്. കേരളത്തിലെ കലാകാരന്മാർ നമ്മൾ ബാംഗ്ലൂരിൽ വിളിക്കുന്നു, തമിഴ്നാട്ടിൽ വിളിക്കുന്നു, ഡൽഹിയിൽ വിളിക്കുന്നു, ബോംബെയിൽ വിളിക്കുന്നു, പല സ്റ്റേറ്റുകളിലും വിളിക്കുന്നു, പല സിറ്റികളിലും വിളിക്കുന്നു, കൂടാതെ പല രാജ്യങ്ങളിലേക്ക് വിളിക്കുന്നു, ഗൾഫ് കൺട്രീസിലും വിളിക്കുന്നു, അമേരിക്കയിൽ വിളിക്കുന്നു, UK വിളിക്കുന്നു കേരളത്തിലെ കലാകാരൻ. എന്നാലോ അതേസമയം ബാംഗ്ലൂരിലെ ഒരു കലാകാരൻ മലയാളിയാണെങ്കിൽ അവരെ എവിടെയും വിളിക്കില്ല, കേരളത്തിലോട്ടും വിളിക്കില്ല. ഇവിടെയുള്ള സംഘാടകർ ബാംഗ്ലൂരിലെ കലാകാരന്മാരെ വിളിക്കില്ല, ഒരു പരിപാടി അവതരിപ്പിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തിനാ അവർ വിളിക്കില്ല. അവർക്കാണെങ്കിൽ അബ്രോഡും അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലും എവിടെയായാലും അതിന് അവസരം കിട്ടില്ല. അവർ ഇവിടെ തന്നെ കുടുങ്ങിപ്പോകുന്നു എന്നുള്ള ഒരു വസ്തുത ശരിയാണ്. നമ്മളിവിടെ അധ്വാനിക്കാൻ വേണ്ടി വന്നാണ്, സമ്പാദിക്കാൻ വേണ്ടി വന്നാണ്, അല്ലെങ്കിൽ കുട്ടികളുടെ എഡ്യൂക്കേഷൻ നോക്കാൻ വേണ്ടി വന്നാണ്, ശരിയാണ്. പക്ഷെ അതിൻ്റെ കൂടെ കലയും അവരിൽ ഉണ്ട് എന്നറിയുക, അവർ കലാകാരനാണ് എന്നറിയുക, അവർക്കും അവസരങ്ങൾ കൊടുക്കുക എന്ന് വേണം ബാംഗ്ലൂരിലെ സംഘാടകരോട് പറയാൻ വേണ്ടിയിട്ടുള്ളത്. കുട്ടികളോട് നിങ്ങളാണ് നാളെ ഈ പരിപാടികൾ അല്ലെങ്കിൽ പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നതും, നിങ്ങളാണ് പരിപാടി അവതരിപ്പിക്കാൻ പോകുന്നതും. അപ്പം നിങ്ങളുടെ കൂടെയുള്ള ആരാണ് പരിപാടി അവതരിപ്പിക്കുന്നത് അവർക്ക് പ്രോത്സാഹനം നൽകുക, നിങ്ങളുടെ കൂടെയുള്ള കൂട്ടുകാരെ പ്രോത്സാഹിപ്പിക്കുക, അതാണ് ചെയ്യേണ്ടത്. അത്രമാത്രമാണ് എനിക്ക് പറയാനുള്ളത്. വളരെ നന്ദി. ഏതായാലും റേഡിയോ ലെമൺ എല്ലാവർക്കും ശ്രോതാക്കൾക്കും വളരെ വളരെ നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയും ഒരുപാട് എഴുതാൻ കഴിയട്ടെ, ഒരുപാട് അവസരങ്ങൾ തേടിയെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഒരിക്കൽ കൂടി കാണാം. സ്റ്റേഡിയോ ലെമൺ ലൈവ് ബംഗളൂരു. ഇതാ ചെയ്യുന്നില്ല ലെമൺ, വളരെ നാട്ടുകാരാ.